നമസ്തേ. ആദ്യം തന്നെ പറയാനുള്ളത്, മാർഗദർശക മണ്ഡലത്തിൻ്റെ കേരള ഘടകം കാലികമായി സമ്മേളനങ്ങളും പഠന സത്രങ്ങളും നടത്താറുണ്ട്. പ്രായണ എല്ലാ വർഷവും സമ്മേളനങ്ങൾ നടക്കാറുണ്ട്. കഴിഞ്ഞ വർഷം എരുമേലിയായിരുന്നു, അതിനു മുമ്പത്തെ വർഷം എറണാകുളത്ത് വെച്ചിട്ടായിരുന്നു, അതിനു മുമ്പത്തെ വർഷം കോഴിക്കോട് കൊളത്തൂർ വെച്ചിട്ടായിരുന്നു. അങ്ങനെ എല്ലാ വർഷവും നടക്കാറുണ്ട് എവിടെയെങ്കിലും ആയിട്ട്. ഇത് മുൻകൂട്ടി നിശ്ചയിച്ചു തൃശ്ശൂർ വെച്ച് നടക്കണമെന്ന്, അതിനനുസരിച്ച് നടന്നു. എല്ലാ വർഷവും നടക്കുന്നതിൽ നിന്ന് ഭിന്നമായിട്ട് ഈ സമ്മേളനത്തിൽ വ്യത്യസ്ത ആശ്രമങ്ങളുടെ പ്രതിനിധികളല്ലാതെ പരമാവധി സന്യാസി ശ്രേഷ്ഠർ പങ്കെടുക്കണം എന്ന് നമ്മൾ സങ്കല്പിച്ചു. അതിനനുസരിച്ച് എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു. അതുകൊണ്ട് തന്നെ കേരളത്തിലെ എല്ലാ സന്യാസ ആശ്രമങ്ങളിൽ നിന്നും നല്ല പ്രാതിനിധ്യമുണ്ടായി. കേരളത്തിൽ മൊത്തം 500 ചില സന്യാസിമാരാണ് ഉള്ളത്, സാമ്പ്രദായികമായി ദീക്ഷ സ്വീകരിച്ചവർ. അതിൽ 400-ലധികം പേര് വന്നു എന്ന് പറയുമ്പം തന്നെ നമുക്കറിയാം. മാതാ അമൃതാനന്ദമയി മഠത്തിൽ നമ്മൾ പോയി ക്ഷണിച്ച സമയത്ത് അമ്മ വളരെ അങ്ങേയറ്റം ഭാവാത്മകമായിട്ട് അതിനോട് പ്രതികരിക്കുകയും സന്യാസിനിമാരുടെ വലിയൊരു നിര തന്നെ പങ്കെടുക്കുകയും ചെയ്തു. ശിവഗിരി മഠത്തിൽ നിന്ന് സച്ചിദാനന്ദ സ്വാമികൾ നേരിട്ട് പങ്കെടുക്കേണ്ടതായിരുന്നു. സ്വാമിക്ക് ഒരു ശാരീരിക അസ്വാസ്ഥ്യം വന്നതുകൊണ്ട് നേരിട്ട് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ശിവഗിരി മഠത്തിലെ അനേക സന്യാസി ശ്രേഷ്ഠന്മാർ പങ്കെടുത്തു. അതുപോലെ തീർത്ഥപാദാശ്രമത്തിലെ മഠാധിപതിയും മറ്റ് സന്യാസി ശ്രേഷ്ഠന്മാരും പങ്കെടുത്തു. ശുഭാനന്ദാശ്രമത്തിലെ ജനറൽ സെക്രട്ടറി തന്നെ സംബന്ധിച്ചു. അവർക്ക് പ്രത്യേകിച്ചും പൗർണമി ആയതുകൊണ്ട് വിശേഷ ചടങ്ങുകൾ ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും ജനറൽ സെക്രട്ടറി സ്വാമികളും മറ്റ് ചില സന്യാസി ശ്രേഷ്ഠന്മാരും പങ്കെടുത്തു. ചിന്മയ മിഷന്റെ സോണൽ ഹെഡ് തന്നെ പങ്കെടുത്തു. വിവേകാനന്ദ സ്വാമികൾ, വേറെയും സന്യാസിമാർ പങ്കെടുത്തു. രാമകൃഷ്ണ മിഷന്റെ ഏറ്റവും സീനിയർ, കേരളത്തിൽ തന്നെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള സ്വപ്രഭാനന്ദ സ്വാമികൾ അടക്കം, നന്ദാത്മകാനന്ദ സ്വാമികൾ, വീതസംഗാനന്ദ സ്വാമികൾ, അനേക സന്യാസിമാർ പങ്കെടുത്തു. അതുപോലെ ശാന്തിഗിരി മഠത്തിന്റെ ഗുരുരത്നം ജ്ഞാനദേവസി സ്വാമികൾ പങ്കെടുക്കാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ഒരു തരത്തിലും വരാൻ പറ്റാത്ത സാഹചര്യത്തിൽ ആശ്രമത്തിന്റെ പ്രതിനിധിയായിട്ട് മറ്റ് സ്വാമിമാരുണ്ടായി. രാമാനന്ദാശ്രമത്തിന്റെ മഠാധിപതി ഉണ്ടായി. അതുപോലെ വിജയാനന്ദാശ്രമത്തിന്റെ മഠാധിപതി ഉണ്ടായി. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പറയുമ്പോൾ പലരെയും വിട്ടുപോകും. ഒരുവിധ എല്ലാ മഠങ്ങളുടെയും മഠാധിപതിമാര് മറ്റുള്ളവർ പങ്കുചേർന്നു. എന്താണ് ഇത്രക്കേറെ എല്ലാവരും പങ്കെടുക്കണമെന്ന് നിഷ്കർഷിച്ചുകൊണ്ടൊരു സമ്മേളനം നടത്തിയതെന്നാണെങ്കിൽ, കേരളത്തിലെ ഹൈന്ദവ സാഹചര്യം, നിത്യവും അപമാനിക്കപ്പെടുന്ന ഹൈന്ദവ ബിംബങ്ങൾ, ഹൈന്ദവ ദേവതാ സങ്കല്പങ്ങൾ, ഹൈന്ദവ ആചാരങ്ങൾ, ഗണപതിയെ മിത്തായും മറ്റും പറഞ്ഞത് നമ്മൾ ഈ അടുത്ത് കേട്ടു. അതുപോലെ രാഷ്ട്രീയ നേതാക്കന്മാരെന്ന് പറയുന്നവര് മലേറിയ പോലെ, ഡെങ്കു ഫീവർ പോലെ വെറുക്കപ്പെടേണ്ട, നിരാകരിക്കപ്പെടേണ്ടതാണ് ഹിന്ദു ധർമ്മം എന്ന് വിളിച്ചു പറയുന്നു. ഹിന്ദുവിന്റെ ശക്തിയെ നശിപ്പിക്കലാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് രാഷ്ട്രീയ നേതാക്കന്മാർ വിളിച്ചു പറയുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ ഒരു ഭാഗത്ത് അവഹേളിക്കപ്പെടുന്ന ഹിന്ദുത്വം, മറ്റൊരു ഭാഗത്ത് അതിനെ മുതലാക്കി മതപരിവർത്തനവും മറ്റും അനുസ്യൂതം നടക്കുന്ന സ്ഥിതിവിശേഷം, ഇനിയും വേറൊരു ഭാഗത്ത് നമ്മുടെ സമൂഹം മയക്കുമരുന്നുകൾക്ക്, മദ്യം തുടങ്ങിയവയ്ക്ക് ഏറെയേറെ അടിമയായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം, ലവ് ജിഹാദ് പോലുള്ള പ്രതിസന്ധികൾ, അതിനൊക്കെ ഉപരിയായിട്ട് സാമ്പത്തികമായും വ്യവസായപരമായും എല്ലാം താഴോട്ട് പോകുന്ന ഹൈന്ദവ വർത്തമാനകാല സ്ഥിതി. അപ്പൊ ഇതിനെയൊക്കെ കൂടി വളരെ ഗൗരവമായി ചർച്ചകൾക്ക് വിധേയമാക്കിയപ്പോൾ മാർഗദർശക മണ്ഡലം ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനം എക്സിക്യൂട്ടീവിൽ എടുത്ത തീരുമാനമാണ്. 2025 കേരളത്തിലുടനീളം സമൂഹ മനസ്സിനെ സ്പർശിക്കുന്ന വിധത്തിൽ ഒരു യാത്ര സന്യാസിമാരുടെ നേതൃത്വത്തിൽ നടത്തുക. എല്ലാ ജില്ലകളിലും 3 വിഭാഗമായി പിരിഞ്ഞ് 28ഓളം സമ്മേളനം ഓരോ ജില്ലയിലും, അങ്ങനെ 14 ജില്ലകളും കവർ ചെയ്ത്, ചിലപ്പോൾ ഇടുക്കി, വയനാട് തുടങ്ങിയിടത്ത് 28 വരില്ലായിരിക്കാം,
പക്ഷെ അവിടെ ഊരു സന്ദർശനം തുടങ്ങിയവ വർദ്ധിപ്പിച്ച് മൊത്തം മൂന്ന് ദിവസം വീതം 3 ടീമും സന്യാസിമാര് പിരിഞ്ഞ് 14 ജില്ലകളിലും സഞ്ചരിച്ച ഒരു വിരാട് ഹിന്ദു സമ്മേളനം തിരുവനന്തപുരത്ത് വെച്ച് നടത്തുക. അതിൽ കേവലം സന്യാസിമാര് മാത്രമല്ല, എല്ലാ ആചാര്യന്മാരെയും, ധർമാചാര്യന്മാരെ, സന്യാസിമാര് മാത്രമല്ലല്ലോ ധർമാചാര്യന്മാര്, എല്ലാവരെയും ക്ഷണിക്കുക. അങ്ങനെ ഒരു വിരാട് ഹിന്ദു സമ്മേളനം തിരുവനന്തപുരത്ത് നടക്കുക. ഇതോടുകൂടി ലക്ഷ്യമാക്കുന്നത് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്ന അവസ്ഥയിൽ നിന്ന് വ്യക്തമായി ചോദ്യങ്ങൾ ചോദിക്കാവുന്ന അവസ്ഥയിലേക്ക്, എപ്പോഴും ഡിഫെൻസീവ് സൈഡിൽ നിൽക്കുന്നതിന് പകരം വ്യക്തമായി ചോദ്യങ്ങൾ ചോദിക്കാവുന്ന അവസ്ഥയിലേക്ക് ഹൈന്ദവ സമാജത്തെ എത്തിക്കുക. ജനാധിപത്യ രാജ്യമായ നമ്മുടെ രാഷ്ട്രത്തിൽ വോട്ടിങ്ങിനനുസരിച്ചാണ് ഭരണകൂടം നിശ്ചയിക്കപ്പെടുന്നത് എന്ന യാഥാർത്ഥ്യം നിലനിൽക്കുന്നു. ഒരു ഹിന്ദു വോട്ട് ബാങ്ക് രൂപപ്പെടുകയും ഹിന്ദുവിനെ അപമാനിക്കുന്നവർക്ക് ഞങ്ങളുടെ വോട്ടില്ല എന്ന് വ്യക്തമായി പറയാവുന്ന അവസ്ഥയിലേക്ക് ഹൈന്ദവ സമാജത്തെ ഉയർത്തുകയും ചെയ്യുകയും അനേകം ലക്ഷ്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട്, ഇവിടെ വ്യത്യസ്ത ഉപാസനാ സമ്പ്രദായങ്ങളുണ്ട്, അതിനെയെല്ലാം ആദരിക്കുന്ന ഒരു മനോഭാവം, സാത്വികവും രാജസികവും താമസികവുമായ വിധാനങ്ങളെ ആദരിക്കുന്ന ഒരു സമൂഹ മനസ്സിനെ സൃഷ്ടിക്കുക, ഇങ്ങനെ അനേകം ലക്ഷ്യങ്ങളാണ് ഈ യാത്രയിൽ വെച്ചിട്ടുള്ളത്. അപ്പൊ ആ യാത്ര വിജയപ്രദമായി നടത്തണമെങ്കിൽ എല്ലാ സന്യാസിമാരുടെയും ഒത്തുചേർച്ച വേണം. ഇപ്പോഴല്ല അതിന്റെ ലക്ഷ്യങ്ങൾ പ്രഖ്യാപിക്കേണ്ടത്, അത് യാത്രയിലാണ്. ആ യാത്രയെ വിജയകരമായി നടത്തുന്നതിനുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള 1 വർഷത്തെ പ്രവർത്തനങ്ങളുണ്ട്. അതെന്താണെന്ന് ഇപ്പൊ വിശദീകരിക്കാൻ പോകുന്നില്ല, അത് ചർച്ച ചെയ്ത് ഉള്ളിൽ ചെയ്യുന്നതാണ്. അങ്ങനെ വ്യത്യസ്തങ്ങളായ കാര്യപരിപാടികളിലൂടെ സമൂഹ മനസ്സിനെ സ്വാധീനിക്കാൻ ശ്രമിക്കണം എന്നുള്ള ഉദ്ദേശ്യ ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു സമ്മേളനം വിളിച്ചു കൂട്ടിയത്. അതുകൊണ്ടാണ് പരമാവധി സന്യാസി ശ്രേഷ്ഠർ അതിൽ പങ്കെടുക്കണമെന്ന് സങ്കല്പിച്ചതും ആ സങ്കല്പം വിജയിച്ചതും. അതിൽ ഇതാണ് പ്രധാനമായി സമ്മേളനത്തിന്റെ സന്ദേശമായി അധ്യക്ഷൻ എന്ന രീതിയിൽ സ്വാമി ചിദാനന്ദപുരി ഉദ്ഘാടന സഭയിലും അതുപോലെ പൊതുസഭയിലും മുന്നോട്ട് വെച്ച ആശയം. അത് കൂടാതെ 2 പ്രമേയങ്ങൾ പാസാക്കി. അത് പറയാൻ കാരണം, ഞാനിപ്പോ എന്തിനു തുടക്കത്തിൽ പറയുന്നു എന്ന് ചോദിച്ചാൽ, വേറെ ചില മാധ്യമ വിധർമ്മികൾ ഉണ്ടാക്കി തീർത്ത ഒരു തരം കുരുക്കിൽ നമ്മുടെ സമൂഹം പെട്ടുപോയ അവസ്ഥയുള്ളത് കൊണ്ടാണ് മുഖ്യമായ അജണ്ട എന്തായിരുന്നു, മുഖ്യമായ കാര്യപരിപാടികൾ എന്തായിരുന്നു എന്ന് പറയുന്നത്. കാരണം 400ഓളം സന്യാസിമാർ ഒത്തുകൂടി ക്ഷേത്രത്തിൽ ഷർട്ടിട്ട് പോകണമെന്ന് പ്രഖ്യാപിച്ചു എന്ന രീതിയിലാണ് പലരും വാർത്തകൾ പ്രചരിപ്പിക്കുന്നത്. അത് ശരിയല്ല. ആ 2 പ്രമേയങ്ങള്, ഒന്നാമത്തെ പ്രമേയം ശബരിമലയിൽ നാമജപത്തോടുകൂടി പ്രതിഷേധം നടത്തിയവരുടെ പേരിൽ സർക്കാർ എടുത്ത കേസുകൾ പിൻവലിക്കാതിരിക്കുകയും ബാബ കക്ഷി മെത്രാൻ കക്ഷി തമ്മിലുള്ള തർക്കത്തിന്റെ പേരിൽ എടുത്ത കേസുകൾ ഓർത്തഡോക്സ് സഭയെ സംബന്ധിച്ച് പിൻവലിക്കുകയും വിഴിഞ്ഞം പോർട്ടിനെതിരായിട്ടുള്ള സമരത്തിന്റെ കേസ് പിൻവലിക്കുകയും ചെയ്യുകയും ശബരിമല നാമജപ പ്രതിഷേധം ചെയ്തവർക്ക് എതിരെയുള്ള കേസുകൾ പിൻവലിക്കാതിരിക്കുകയും ചെയ്ത വിപരീത വിവേചനം ഹിന്ദു സമാജത്തിന് മുമ്പിൽ തുറന്നു കാണിക്കുകയും ഇതിൽ നിന്ന് പിന്തിരിയാൻ സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നതാണ് ഒരു പ്രമേയം. രണ്ടാമത്തെ പ്രമേയം, എല്ലാ പൗരന്മാരും അവരവരുടെ സമ്മതിദാന അധികാരം വിനിയോഗിക്കണം എന്നുള്ളതാണ്. ഇത് കൂടാതെ സമൂഹത്തിന്റെ മുമ്പിൽ 5 മാർഗനിർദ്ദേശങ്ങൾ വെച്ചു. ആ മാർഗനിർദ്ദേശങ്ങൾ കാലിക പ്രസക്തിയുള്ളതും ഹൈന്ദവ സമാജത്തെ ശാക്തീകരിക്കുന്നതിന് ഉതകുന്നതുമാണ്. ആ 5 വിഷയങ്ങളിൽ ഓരോ ശീർഷകത്തിലും അനേക സന്ദേശങ്ങളുണ്ട്. അത് പിന്നീട് നമുക്ക് അതിലേക്ക് വരാം. അതിൽ 5ാമത്തെ ശീർഷകത്തിൽ ഉൾപ്പെട്ട ഒരു വിഷയം മാത്രമാണ് ക്ഷേത്രങ്ങളിൽ കാലോചിതമായ വസ്ത്രധാരണ വിധാനത്തിൽ പരിവർത്തനം വരുത്തണം എന്നുള്ള ആശയം. അപ്പൊ അതിലാണ് പൊതുവെ മാധ്യമ വിധർമ്മികൾ എന്ന് തന്നെ പറയണം. അവർക്ക് വ്യക്തമായ ലക്ഷ്യമുണ്ട്. അത് ഇത്തരം സന്യാസിമാരുടെ സന്ദേശം സമൂഹത്തിൽ അപ്രസക്തമാകണം, അതിന്റെ പ്രാമാണികത ഇല്ലാതാക്കണം എന്നുള്ള ഒരു ഉദ്ദേശ്യം വെച്ചിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. കേരളം പോലുള്ള ഒരു സമൂഹത്തിൽ ഇത്തരം ആശയങ്ങളെ നമ്മൾ നൽകുന്നത് അഥവാ പ്രചരിപ്പിക്കുന്നത് കേവലം ഒരു സിദ്ധാന്തമായി മാത്രമല്ലേ നിലനിൽക്കൂ, അത് പ്രായോഗികമാവുമോ? കാരണം വിവിധ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ, ക്ഷേത്രാദി സങ്കേതങ്ങൾ പോലും രാഷ്ട്രീയ വീക്ഷണത്തോടു കൂടി നിയമിക്കപ്പെടുന്ന ഭരിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ, ഈ സാഹചര്യങ്ങളിൽ നമ്മൾ ഇത്തരം ആശയങ്ങളൊക്കെ സിദ്ധാന്തമായി മാത്രമല്ലേ നിലനിൽക്കൂ. സിദ്ധാന്തമാണ് എപ്പോഴും പ്രയോഗത്തിൽ വരുന്നത്. വേദോഖിലോ ധർമ്മമൂലം. വേദം അറിവാണ്, ധർമ്മം ആചാരപ്രധാനമാണ്. ആചാരപ്രധാനമായ ധർമ്മം
എന്നും നിലനിൽക്കുന്നത് അറിവിന്റെ അടിത്തറയിലാണ്. ആ അറിവിന് ദോഷം വരുമ്പോൾ അനാചാരങ്ങളും ദുരാചാരങ്ങളും സംഭവിക്കാം. എന്നാൽ അതിനെ വേദത്തിന്റെ അടിസ്ഥാനത്തിൽ, അറിവിന്റെ അടിസ്ഥാനത്തിൽ പുനഃ ക്രമീകരിച്ചാൽ മാത്രമേ സനാതന ധർമ്മം സനാതനമായി നിലനിൽക്കൂ. അപ്പൊ അതുകൊണ്ട് ഇത് കേരളത്തിൽ നടക്കില്ല എന്ന് പറയുന്നത് വെറുതെയാണ്. കേരളീയ മനസ്സിൽ തീർച്ചയായിട്ടും ഗുണകരങ്ങളായ സ്വാധീനങ്ങൾ ചെയ്യാൻ ആശയ പ്രചരണങ്ങളെ കൊണ്ട് സാധിക്കും. ഇന്ന് ഒരാശയം സമൂഹത്തിന് നൽകിയാൽ നാളെ അത് വിജയിക്കും എന്ന് പറയുന്നില്ല. പക്ഷേ മറ്റന്നാൾ വിജയിക്കും, ഇല്ലെങ്കിൽ അതിന്റെ പിറ്റേന്ന് വിജയിക്കും. നമ്മൾ കണ്ടതാണ്. ശ്രീനാരായണ ഗുരുദേവൻ ക്ഷേത്രപ്രതിഷ്ഠകളുമായി മുന്നോട്ട് വന്നപ്പോ അങ്ങേയറ്റം നിശിതമായി വിമർശിച്ച ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. കാലം മുന്നോട്ട് പോയി. ഗുരുദേവൻ പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങളെ സമൂഹം അംഗീകരിച്ചു, ആദരിച്ചു. ഏത് കാലഘട്ടത്തിലും അങ്ങനെയാണ്. ഏത് കാലഘട്ടത്തിലും ഏത് പരിഷ്കാരത്തെയോ ഏത് ആശയത്തെയോ അത് സമൂഹത്തിൽ പ്രാവർത്തികമാക്കുന്നതിന് കാലത്തിന്റെ ആവശ്യമുണ്ട്. അതേ സമയത്ത് എപ്പോഴും ശാസ്ത്രത്തിനനുസരിച്ച് സന്ദേശത്തെ നൽകേണ്ടത് അത് നൽകേണ്ടവരുടെ കർത്തവ്യമാണ്. അത് പറയുമ്പോഴാണ് രണ്ടാം വിഷയത്തിലേക്ക് വരുന്നത്. ഇത് സന്യാസിമാരുടെ കുത്തകയാണോ? ഒരിക്കലുമല്ല. ആധ്യാത്മികതയോ ധാർമ്മികതയോ സന്യാസിമാരുടെ കുത്തകയാണെന്ന് ഒരു സന്യാസിയും ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. ആരോഗ്യകരങ്ങളായ ചർച്ചകൾ നടക്കണം. ഓരോ വിഭാഗത്തിലും പെട്ട ഗുരുനാഥന്മാരുണ്ട്. അവരെല്ലാവരെയും നമ്മൾ ബഹുമാനിക്കുന്നു. അവരുമായി ആരോഗ്യകരമായ ചർച്ച നടക്കണമെങ്കിൽ ആദ്യം ആശയം മുന്നോട്ട് വെക്കപ്പെടണം. ഒരാശയം മുന്നോട്ട് വെക്കപ്പെടുമ്പോൾ അതിനെ സംബന്ധിക്കുന്ന ആരോഗ്യകരമായ ചർച്ച നടക്കും. ആ ചർച്ചയിലൂടെ ഉരുത്തിരിഞ്ഞു വരും. നേരത്തെ പൂജ്യ അധ്യാത്മാനന്ദ സരസ്വതി സ്വാമികള് ആ വിളംബരം വായിച്ച സമയത്ത് അഞ്ചാമത്തത് വായിക്കേണ്ടായിട്ടില്ല, എന്തോ വിട്ടുപോയിട്ടുണ്ട്. അതിലാണ് ഈ വിവാദമൊക്കെ വന്നത്. സ്വാമിക്ക് അത് മുഖ്യതൊന്നുമല്ല, അത് 4 എണ്ണം പറഞ്ഞ സമയത്ത് സമയം അധികമായല്ലോ എന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ അഞ്ചാമത്തെ വായിക്കാത്തതായിരിക്കാം. അതിൽ ഉദാഹരണം പറഞ്ഞാൽ ധർമ്മവിരുദ്ധങ്ങളായിരിക്കുന്ന നിലയ്ക്കുള്ള പ്രവർത്തനങ്ങളെയാണ് ചൂണ്ടിക്കാണിച്ചത്. ഉദാഹരണം പറഞ്ഞാൽ അതിൽ തൂക്കം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന് തൂക്കം എന്നുള്ളത്, ക്ഷേത്രങ്ങളിൽ നടത്തുന്ന തൂക്കത്തെ നമ്മൾ എല്ലാവരും എതിർക്കുന്നില്ല. ഞാൻ എതിർക്കുന്നില്ല, തീർത്ത് പറയുകയാണ്. എന്നാൽ തൂക്കത്തിന്റെ പേരിൽ നടക്കുന്ന അത്യാചാരത്തെ നമുക്ക് എതിർത്തേ മതിയാവും. ഇന്ന് കേരളീയ ക്ഷേത്രങ്ങളിൽ എങ്ങനെയാ നടക്കുന്നത്? ഞാനാണ് തൂക്കം നേരിടുന്നതെങ്കിൽ ഞാനല്ല തൂങ്ങണത്. ഒരു ദരിദ്രനായ ഒരാളെ കാശിന് കൊടുത്ത് മേടിച്ചിട്ട് അയാളെ തൂക്കുകയാണ്. അതിന് നമുക്ക് എതിർത്തേ മതിയാവും. ഞാനാണ് ശയനപ്രദക്ഷിണം ക്ഷേത്രത്തിൽ നേരുന്നതെങ്കിൽ ഞാൻ ശയനപ്രദക്ഷിണം ചെയ്യണം. അതിന് പകരം ഞാൻ പൈസ കൊടുത്തിട്ട് വേറൊരാളെ കൊണ്ട് ശയനപ്രദക്ഷിണം ചെയ്യിച്ചാൽ പറ്റില്ല. ഇതുപോലെയുള്ള അത്യാചാരങ്ങൾ ഭക്തിയുടെ പേരിലും മറ്റും പരക്കുമ്പോൾ ഒരു 18 വയസ്സ് കഴിഞ്ഞ അയാള് സ്വന്തം ഇഷ്ടപ്രകാരം ഒരു ശൂലം കോർത്തു, അപ്പുറത്ത് നാരങ്ങ വെച്ചു, ഒരു കുഴപ്പവും നമുക്കില്ല. അയാളുടെ ഇഷ്ടമാണ്, നമ്മളതിനെ എതിർക്കാൻ പോവില്ല. പക്ഷേ 18 വയസ്സാവാത്ത, പ്രായപൂർത്തിയാവാത്ത കുട്ടികളെ ഭക്തിയുടെ പേരിൽ ഇതിന് വിധേയരാക്കി കഴിഞ്ഞാൽ നമുക്കതിനെ എതിർക്കാതിരിക്കാൻ പറ്റില്ല. അതുപോലെ രാജസികവും താമസികവുമായ പൂജാവിധാനങ്ങളിൽ മദ്യം, മാംസം തുടങ്ങിയവ ഉപയോഗിക്കുന്നുണ്ട്. അവ വേണ്ടാന്ന് ഒരിക്കലും നമ്മൾ പറയില്ല. കാരണം സാത്വിക പൂജ മാത്രം മതി എന്ന് നമ്മൾ പറയില്ല. മറിച്ച് അതിനൊക്കെ ഒരു ഗുരു സമ്പ്രദായമുണ്ട്. ഏത് രീതിയിലായാലും, സാത്വികമായാലും, ഇപ്പൊ ശാക്തേയമാണെങ്കിൽ അതിൻ്റെ ഗുരു പരമ്പരയുണ്ട്. വാമാചാരമാണെങ്കിലും ഇനി കൗളമായാലും ശൈവമായാലും എല്ലാത്തിനും ഒരു ഗുരു പരമ്പരയുണ്ട്. ആ ഗുരു പരമ്പരയുടെ ഉപദേശക്രമം അനുസരിച്ച് വരുമ്പോൾ ഒന്നും അത്യാചാരാവില്ല. നേരെ മറിച്ച് ഗുരുപരമ്പരയുടെ ഉപദേശം ഇല്ലാതെ തോന്നിയോണം ചെയ്യുന്ന അവസ്ഥ വരുമ്പോ മദ്യപൂജയുടെ പേരിൽ കേസ് കണക്കിന് മദ്യം കൊണ്ടുവന്ന് ചെറുപ്പക്കാരെ കുടിപ്പിച്ച് നശിപ്പിക്കുന്ന പരിപാടിയാവും. അത് ഒരു ശാസ്ത്രവും ഒരാചാര്യനും അനുവദിക്കില്ല. ഇതിനൊക്കെ മാത്രയുണ്ട്. മദ്യം വെച്ചുള്ള പൂജയ്ക്ക് മാത്രയുണ്ട്. മാംസം സമർപ്പിക്കുന്നതിന് മാത്രയുണ്ട്. അതൊക്കെ അതത് ഗുരുനാഥന്മാരിൽ നിന്ന് മനസ്സിലാക്കേണ്ടതാണ്. അത് മാറിയിട്ട് അത്യാചാരം നമ്മളെ ചുറ്റുപാട് നടക്കുമ്പോൾ നമുക്കത് ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോ ഈ ചൂണ്ടിക്കാണിക്കലിന്റെ അർത്ഥം സന്യാസിമാരാണ് എല്ലാം തികഞ്ഞവർ, ഒരിക്കലുമല്ല. ഞങ്ങൾ വിവിധിഷ സന്യാസം സ്വീകരിച്ചു എന്നുള്ളത് കൊണ്ട് പാരമാർത്ഥിക സന്യാസത്തിലേക്ക് ഉയർന്നു എന്ന അർത്ഥമില്ല, ഉയർന്നിട്ടില്ല എന്നും അർത്ഥമില്ല.
അത് വൈയക്തികമാണ്. മറിച്ച് നമ്മളെ ഓരോ വിഷയത്തിലും അതത് ആചാര്യന്മാരെ നമ്മൾ ആദരിക്കുന്നു. ഇപ്പൊ വാസ്തു വിഷയം പറയുകയാണെങ്കിൽ വാസ്തുശാസ്ത്രജ്ഞന്മാരെ നമ്മൾ ആദരിക്കുന്നു, ജ്യോതിഷം പറയുകയാണെങ്കിൽ ജ്യോതിഷ ആചാര്യന്മാരെ നമ്മൾ ആദരിക്കുന്നു. അപ്പൊ അതത് വിഷയത്തിൽ അതത് ആചാര്യന്മാരുമായി ചർച്ചകൾ വരണം. പക്ഷേ സന്യാസി സമൂഹത്തിന് ഇന്ന് ഇതാണ് പറയാനുള്ളത് സമൂഹത്തോട് എന്ന് പറഞ്ഞ് ഒരു സന്ദേശം നൽകിയാൽ മാത്രമേ അതിനെ സംബന്ധിച്ച് ചർച്ചകൾ ഉണ്ടാവുള്ളൂ. ആ ചർച്ചകൾ നടക്കുന്നുണ്ട്, ഇന്ന് വളരെ ഗൗരവതമമായി നടക്കുന്നുണ്ട്. അതാണ് നേരത്തെ അധ്യാത്മാനന്ദസ്വാമി പറഞ്ഞപ്പോ ഈ ചർച്ചകളെ സ്വാഗതം ചെയ്തു. നമ്മളൊക്കെ സ്വാഗതം ചെയ്യാം, എല്ലാവരും സ്വാഗതം ചെയ്യാണ്. പക്ഷെ ഇതിൽ ഒറ്റ വിഷയത്തിൽ മാത്രമേ ഖേദമുള്ളൂ. ഖേദം എന്താന്ന് ചോദിച്ചാൽ, നമ്മുടെ സമാജത്തിൽ ദശകങ്ങളായി ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടി, ശാസ്ത്ര പ്രചരണത്തിന് വേണ്ടി, അനുഷ്ഠാന പ്രചരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവര്, സന്യാസിമാര്, അതും ഒരാളൊറ്റയ്ക്കല്ല, എല്ലാവരും ഒത്തുചേർന്ന ഒരു ആശയം മുന്നോട്ട് വെക്കുന്ന സമയത്ത് അതിന്റെ പിന്നിൽ ഗുണകരമായ ഒരു ആശയം ഉണ്ടാകും എന്ന് സങ്കല്പിക്കാതെ, ഇനി സങ്കല്പിക്കാൻ പ്രയാസമുണ്ടെങ്കിൽ അവരെല്ലാവരും ഇന്ന് പ്രാപ്യരാണ്. ആ പ്രാപ്യരായവരെ നേരിട്ടോ ഫോൺ വഴിയോ ബന്ധപ്പെട്ട് എന്തായിരുന്നു ചർച്ച എന്ന് പോലും അന്വേഷിക്കാതെ ഒരു തരം അവഹേളിക്കുന്ന സ്വരത്തിൽ പറയുമ്പോൾ സന്യാസിമാർക്ക് അതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. മാനാപമാനയോഹോ തുല്യ, ഒരു പ്രശ്നവും ഇല്ല. പക്ഷെ പറയുന്നവർക്കത് ദോഷമാണ്. ഒന്ന്. രണ്ട്, നമ്മുടെ സമൂഹത്തിന് അത് ദോഷകരമാണ്. അതുകൊണ്ടാണ് അത് ഖേദകരമാണെന്ന് നമ്മൾ തന്നെ ഒരു മൊത്തം നടക്കുന്ന ചർച്ചകളെ കൊണ്ടാണ് അത് ഖേദകരമാണെന്ന് പറയേണ്ടി വന്നത്. അതുകൊണ്ട് സന്യാസിമാര് മാത്രമേ പ്രാമാണികരുള്ളൂ എന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഇപ്പൊ വെളിച്ചപ്പാടുകളുടെ വിഷയമുണ്ട്. വെളിച്ചപ്പാടുകളുടെ വിഷയമാണെങ്കിൽ നമ്മൾ വെളിച്ചപ്പാടുമാരോടാണ് സംസാരിക്കേണ്ടത്. താന്ത്രിക പൂജാക്രമത്തിൽ താന്ത്രിക ആചാര്യന്മാരോട് സംസാരിക്കണം. ആ രീതിയിൽ സമവായത്തിൽ എത്തണം, അതിലേക്ക് നയിക്കും. പക്ഷെ അങ്ങനെയൊക്കെ എത്തണമെങ്കിൽ ചർച്ച വരണം. ആ ചർച്ചയ്ക്ക് വേണ്ടി ഒരു ഇത് മുന്നോട്ട് വെച്ചു. ഇനി ഈ വിളംബരമല്ല സന്യാസി സമ്മേളനത്തിന്റെ മുഖ്യ വിഷയം. മാധ്യമങ്ങളിലൂടെ അത് വെളിച്ചത്ത് വന്നതാണ്. കാരണം ഇതിന് ഉദ്ഘാടന സമ്മേളനത്തിലും സമാപന സമ്മേളനത്തിലും രണ്ടിലും സന്ദേശം നൽകപ്പെടുകയുണ്ടായിട്ടുണ്ട്. നേരത്തെ അധ്യാത്മാനന്ദസ്വാമി വ്യക്തമായി പറഞ്ഞു, ഇത്രക്കേറെ സന്യാസിമാർ ഒത്തുകൂടുന്ന ഒരു സാഹചര്യത്തിൽ സമൂഹത്തിനൊരു സന്ദേശം നൽകണ്ടേ എന്ന ചിന്ത വന്നപ്പോഴാണ് ഈ ഒരു വിളംബരത്തിന്റെ വിഷയം വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങളാണ് പ്രാമാണികർ, ഞങ്ങൾ പറയുന്നതാണ് മാത്രമാണ് ചെയ്യേണ്ടത്, ഒരിടത്തും പറഞ്ഞിട്ടില്ല, പറയുകയില്ല. അത് ഹിന്ദുവിന്റെ ഭാഷയല്ല. വിമൃശ്യൈതദശേഷേണ യഥേച്ഛസി തഥാ കുരു എന്നാണ് ഭഗവത്ഗീത മുന്നോട്ട് വയ്ക്കുന്ന, വേദാന്തം മുന്നോട്ട് വയ്ക്കുന്ന വിചാര പദ്ധതി. ആ പദ്ധതിക്കുള്ള ആശയങ്ങൾ, ഇൻപുട്ടുകളെ കൊടുക്കുക എന്നുള്ളതാണ് ഇതിലൂടെ. തീർച്ചയായിട്ടും വ്യത്യസ്തങ്ങളായ ആശയങ്ങൾ വരട്ടെ, അവയുടെ മഥനം നടക്കട്ടെ. സന്യാസി സമൂഹം, കേരളത്തിലെ സന്യാസി സമൂഹം കേരളീയ സമൂഹത്തോടെ ആശയം പറഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ പിന്നിലുള്ള ഉദ്ദേശ്യ ലക്ഷ്യങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇപ്പൊ അനേകം 60-ലധികം വിഷയങ്ങൾ ഈ വിളംബരത്തിലുണ്ട്. അതൊക്കെ ഉണ്ടായിട്ടും ഒരു ഷർട്ടിൽ, മാധ്യമ വിധർമ്മികൾ ഒരുക്കിയ ഒരു ഷർട്ടിൽ കുരുങ്ങിപ്പോവുകയാണ് പലരും ചെയ്തിട്ടുള്ളത്. ഇനി ഷർട്ട് തന്നെ നമ്മൾ എടുക്കുക. മേൽവസ്ത്രം ധരിച്ച് ക്ഷേത്രത്തിൽ പോകാം, ഷർട്ട് ധരിച്ച് ക്ഷേത്രത്തിൽ പോകാം എന്ന് സന്യാസി പറയണമെങ്കിൽ, ചിലർ പറഞ്ഞ സന്യാസിമാര് ജീൻസ് ഇട്ടോട്ടെ, ഷർട്ട് ഇട്ടോട്ടെ എന്നൊക്കെയാണ്. ഷർട്ട് ഇട്ട് പോകണമെന്നല്ല പറഞ്ഞത്. ഷർട്ട് ഇടാണ്ട് പോകേണ്ടവർക്ക് ഷർട്ട് ഇടാതെ പോകാം, ഷർട്ട് ഇട്ട് പോകുന്നവരെ അതിന് അനുവദിക്കണം എന്നാ പറഞ്ഞത്. എന്തുകൊണ്ടെന്നാൽ ഇന്ന് നിങ്ങൾ ക്ഷേത്രങ്ങളിൽ പോയി നോക്കൂ. ക്ഷേത്രത്തിൽ വിശ്വാസികളായവര്, ക്ഷേത്രത്തിന് വേണ്ടി സേവനം ചെയ്യുന്നവരായ യുവജനങ്ങൾ ക്ഷേത്രത്തിന് വേണ്ടി എന്തും ചെയ്യാൻ അവർ തയ്യാറാണ്. പക്ഷെ അകത്ത് പോയി ദർശനം ചെയ്യില്ല ഭൂരിഭാഗം പേരും. കാരണം ഇന്നത്തെ സമൂഹത്തിൽ പൊതുവെ യുവജനങ്ങൾക്ക് ഷർട്ട് അഴിക്കാൻ മടിയാണ്. അപ്പൊ അവര് ആചാരരഹിതന്മാരായി മാറും. നമ്മുടെ സമാജം ആചാരരഹിതന്മാരാവുമ്പോ സ്വാഭാവികമായിട്ട് അവരെ വലയിട്ട് പിടിക്കാൻ നിൽക്കുന്ന മറ്റ് ശക്തികളുണ്ട്, മതപരിവർത്തന ശക്തികളുണ്ട്. എനിക്ക് വ്യക്തിപരമായിട്ട് പറയാൻ സാധിക്കും. കൊളത്തൂർ അദ്വൈതാശ്രമത്തിന്റെ സമീപം തന്നെ വലിയൊരു മെഡിക്കൽ കോളേജ് ഉണ്ട്. ആ മെഡിക്കൽ കോളേജിൽ കേരളത്തിൽ ഏറ്റവും അധികം സീറ്റുള്ള മെഡിക്കൽ കോളേജാണ്. അവിടുത്തെ മക്കള് അവിടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോകാതെ കുറച്ചപ്പുറത്തുള്ള ക്രിസ്തീയ പള്ളിയിൽ പോകാറുണ്ട്. ക്രിസ്തീയ പള്ളിയിൽ പോകുന്നതിനോട് എനിക്ക് വിരോധമില്ല, ഞാനും അവരുമായിട്ട് ബന്ധപ്പെടുന്നവരാണ്, അവരാശ്രമത്തിൽ വരുന്നവരാണ്. പക്ഷെ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോകാതെ ഈ പള്ളിയിൽ പോണത്?
നിങ്ങളൊക്കെ ഹിന്ദുക്കളാണല്ലോ. അപ്പൊ അവര് പറഞ്ഞ മറുപടി, ക്ഷേത്രത്തിൽ പോകണമെങ്കിൽ ഷർട്ട് ഊരണം, ഞങ്ങൾ പോയില്ല. എന്നിട്ട് അവര് 7 കിലോമീറ്റർ 5.5 കിലോമീറ്റർ വരെ കുളത്തൂർ അദ്വൈതാശ്രമത്തിൽ വരും. കാരണം അവിടുത്തെ ക്ഷേത്രത്തിൽ ഷർട്ട് വരേണ്ട ആവശ്യമില്ല, അവരെ കയ്യും കാലം കഴുകിയാൽ മതി, ആർക്കും പ്രവേശിക്കാം. അവിടെ വരും. ഇതൊന്നും കഥ പറയല്ല. അപ്പൊ നമ്മുടെ ചെറുപ്പക്കാര്, യുവസമൂഹം ക്ഷേത്രങ്ങളിൽ നിന്ന് അകന്നു കഴിഞ്ഞാൽ നാളെ ആരാണ് ഇതൊക്കെ സംരക്ഷിക്കേണ്ടവര്? ഒന്ന്. രണ്ടാമത്തെ ചോദ്യം, ഇവർ ആചാരരഹിതന്മാരാവുന്നതിന് ഉത്തരവാദി ആരാണ്? ഇനി ഒരു 3-4 തലമുറകൾക്ക് മുമ്പ് ഷർട്ട് എന്നൊരു വസ്തു ഉണ്ടായിരുന്നില്ല. പിന്നീട് ഷർട്ട് വന്നു. നമ്മുടെയൊക്കെ മുത്തശ്ശന്റെ ഒക്കെ കാലാവുമ്പോഴത്തേക്ക് വല്ല കോടതി പോകുമ്പോഴൊക്കെ ഷർട്ട് ഇടല്ലാതെ എന്നും ഷർട്ട് ഇടുന്ന പരിപാടിയില്ല. നമ്മൾ അച്ഛനൊക്കെ ആകുമ്പോഴത്തേക്ക് നിത്യം ഷർട്ട് ഇടുന്ന, ഏകദേശം പുറത്തൊക്കെ പോകുമ്പോൾ ഷർട്ട് ഇടുന്ന ശീലം വന്നു. നമ്മൾ അച്ഛനൊക്കെ ആകുമ്പോഴത്തേക്ക് ഷർട്ട് ഇടാണ്ട് അവർ പുറത്തു പോവില്ല. ഇന്നത്തെ കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ ഷർട്ട് ഇടുന്നുണ്ട്. അപ്പൊ അഡോളസെന്റ് പ്രായത്തിലേക്കൊക്കെ വരുമ്പോ സ്വാഭാവികമായിട്ട് അവർ ഷർട്ട് ഊരാൻ മടിക്കുന്നു. അങ്ങനെയുള്ളവരെ ക്ഷേത്രത്തിലേക്ക് ആകർഷിക്കുകയാണ് വേണ്ടത്. നമ്മൾ അടിച്ചകത്താക്കാനാണ് നോക്കേണ്ടത്, അടിച്ച് പുറത്താക്കാനല്ല. ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞത് ഓർമ്മിക്കുക. ഇനിയും നമ്മൾ അതിനുള്ള ജാഗ്രത ഭാവത്തിലേക്ക് പോകുന്നില്ലെങ്കിൽ അത്യബദ്ധമാണ്. അത് വ്യക്തമായി വേണ്ടതാണ്. ഇപ്പൊ തൂക്കമാവട്ടെ, മറ്റ് മദ്യം തുടങ്ങിയവ വെച്ചുള്ള പൂജയാവട്ടെ, അതിനൊക്കെ സംബന്ധിച്ചെല്ലാം വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. അതിനൊന്നും നമ്മൾ എതിർക്കുകയല്ല ചെയ്യണത്. എല്ലാത്തിലും ഒരു ഗുരുപദേശ ക്രമമുണ്ട്, ഒരു പാരമ്പര്യം നമുക്കുണ്ട്. അതിനെ പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്നുള്ളതാണ്. അല്ലാതെ സന്യാസിമാര് മാത്രമാണ് പ്രാമാണികന്മാരെന്ന് ഒരാശയം ഒരു സന്യാസിക്കുമില്ല, ആർക്കുമില്ല. പാരമ്പര്യവാദം, പുരോഗമനവാദം ഇതൊന്നും വിരുദ്ധമായി കാണുന്ന സമൂഹമല്ല ഹിന്ദു സമൂഹം. സഹസ്രാബ്ദങ്ങളായി സനാതനധർമ്മം നിലനിൽക്കുന്നത് മറ്റനേക സംസ്കാരങ്ങൾ മണ്ണടിഞ്ഞിട്ടും പല മതങ്ങളും കാലാനുസൃതങ്ങളായ മാറ്റങ്ങളെ ഭയത്തോടുകൂടി നോക്കുന്ന സമയത്തും സനാതനധർമ്മം ശക്തിയുക്തം നിലനിന്നത് അത് സ്വയം പരിഷ്കരിക്കാൻ സജ്ജമായതും സന്നദ്ധമായതും കൊണ്ടാണ്. സ്വയം പരിഷ്കരിക്കാൻ തയ്യാറില്ലാത്തൊരു വ്യവസ്ഥ കാലഗതിയിൽ നിലനിൽക്കുകയില്ല. അത് പ്രത്യേകം ശ്രദ്ധേയമാണ്. ഏത് വ്യവസ്ഥ, അത് സനാതനധർമ്മം എന്നൊന്നുമില്ല, ഏത് വ്യവസ്ഥയായാലും കാലത്തിനനുസരിച്ച് സ്വയം പരിഷ്കരിക്കാൻ തയ്യാറില്ലാത്ത ഒന്ന് നിലനിൽക്കുകയില്ല. അതുകൊണ്ടാണ് നമ്മുടെ ഋഷീശ്വരന്മാര് ശ്രൗതം സ്മാർത്തം എന്ന് രണ്ടായി മൊത്തം ഉപദേശങ്ങളെ വിഭജിച്ചത്. ശ്രൗതമായി സനാതന സത്യങ്ങളും സ്മാർത്തമായി കാലാനുസൃതം മാറ്റത്തിന് വിധേയമാകേണ്ടതും. കാലാനുസൃതം മാത്രമല്ല, ദേശാനുസൃതമായി. അപ്പൊ കാലദേശാനുസൃതമായി മാറ്റങ്ങൾക്ക് വിധേയമാകേണ്ടത് ഇങ്ങനെ രണ്ടായി വിഭജിച്ചു വെച്ചു. ഈ കാലദേശാനുസൃതം മാറ്റം വരുത്തേണ്ടുന്ന ആചരണങ്ങൾ എന്തൊക്കെയാണ്, മാറ്റം വരുത്തരുതാത്ത ആചരണങ്ങൾ എന്തൊക്കെയാണെന്ന് പണ്ട് കാലത്ത് വിദ്വൽ സഭകൾ ചേർന്ന് ചർച്ച ചെയ്തിട്ടാണ് സമൂഹത്തിന്റെ മുമ്പാകെ അവതരിപ്പിക്കുക. അത്തരം വിദ്വൽ സഭകൾ ചേരുന്നതിനെ കുറിച്ച് വ്യക്തമായി ഭഗവാൻ ഭാഷ്യകാരൻ തന്റെ ഉപനിഷത് ഭാഷ്യങ്ങളിൽ വ്യക്തമായി പരാമർശിച്ചിട്ടുണ്ട്. ആ വിദ്വൽ സഭകൾ ആശയങ്ങളെ മുന്നോട്ട് വയ്ക്കും, അതിനെ സമാജം സ്വീകരിക്കും, അതിനെ ഉദ്ബോധിപ്പിക്കാൻ ധാരാളം പേര് സമൂഹത്തിൽ പ്രവർത്തിക്കും. ക്രമേണ അത് സമൂഹം സ്വീകരിക്കും. അങ്ങനെയാണ് ഒരു പരിഷ്കരണത്തിന്റെ രീതി. അങ്ങനെ സ്വയം പരിഷ്കരണം ചെയ്യുന്നതിലൂടെ മാത്രമേ ഏതൊരു പ്രസ്ഥാനവും നിലനിൽക്കൂ, സനാതനധർമ്മവും നിലനിന്നിട്ടുള്ളൂ. അത് മനസ്സിലാക്കുക. അതുകൊണ്ട് ഇവിടെ സനാതനധർമ്മത്തെ സംബന്ധിച്ച് ഊർധ്വഗമനം അല്ലെങ്കിൽ പുരോഗമനം എന്ത് വാക്ക് വേണമെങ്കിൽ ഉപയോഗിച്ചോളൂ. പുരോഗമനം എന്ന് പറയുമ്പോൾ കിഴക്കോട്ട് പോക്കാണല്ലോ, അല്ലെങ്കിൽ മുമ്പിലോട്ട് പോക്കെന്നും പറയാം. ഊർധ്വഗമനം മുകളിലേക്ക് പോക്കാണ്, എന്തോ ആവട്ടെ. അതും പാരമ്പര്യവും വിരുദ്ധമോ വിഭിന്നങ്ങളോ അല്ല, ഒരിക്കലും വിരുദ്ധമല്ല. പാരമ്പര്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഇപ്പൊ ക്ഷേത്ര സംബന്ധിയായി നമ്മൾ ഒരു ഉദാഹരണം എടുത്താൽ, ക്ഷേത്ര സംബന്ധിയായി ആ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിതനായിരിക്കുന്ന ദേവതയുടെ സങ്കല്പം, ആ വിശേഷം അനുസരിച്ചിട്ടുള്ള ആചരണങ്ങളുണ്ട്. അത് നമ്മൾ മാറ്റാൻ പാടില്ല, അത് മാറ്റാൻ പറ്റില്ല. അല്ലെങ്കിൽ അവിടെ വിധിപ്രകാരം ശാസ്ത്രീയമായി പുനഃപ്രതിഷ്ഠ തുടങ്ങിയവ ചെയ്ത് ആ ദേവഭാവത്തെ മാറ്റിയിരിക്കണം. ദേവഭാവം നിലനിൽക്കുന്ന കാലത്തോളം ആ ക്ഷേത്രേശന്റെ, ആ ദേവന്റെ ആചരണങ്ങളെ മാറ്റാൻ നമുക്ക് അധികാരമില്ല. എന്നാൽ ബാഹ്യങ്ങളായി അവിടെ പോകുന്നവരുടെ വിധാനങ്ങള്, അവരുടെ രീതികള്, അവരനുവർത്തിക്കേണ്ട രീതികള്, ഇതൊക്കെ കാലത്തിനനുസരിച്ച് മാറേണ്ടതാണ്. അങ്ങനെയാണല്ലോ സ്ത്രീകൾക്ക് ബ്ലൗസ് അനുവദിച്ചത്.
പണ്ട് കാലത്ത് ബ്ലൗസ് ഉണ്ടായിരുന്നോ നമ്മുടെ നാട്ടിൽ? ഉണ്ടായിരുന്നില്ല. പിന്നീട് മേൽവസ്ത്രം വന്നു, സാർവത്രികമായി എല്ലാവർക്കും അനുവദിച്ചു. അപ്പൊ കാലത്തിനനുസരിച്ചുള്ള പരിവർത്തനങ്ങളെ ഉൾക്കൊള്ളാൻ തയ്യാറില്ല എന്ന് പറഞ്ഞാൽ ആ ധർമ്മ വ്യവസ്ഥ തീർച്ചയായിട്ടും കാലഗതിയിൽ നഷ്ടമാകും. അത് നഷ്ടമാകാതെ നോക്കേണ്ടത് ധർമ്മ മേഖലയിൽ പ്രവർത്തിക്കുന്ന ബ്രഹ്മചാരിമാരും ഗൃഹസ്ഥന്മാരും വാനപ്രസ്ഥന്മാരും സന്യാസിമാരും എല്ലാം കൂടിച്ചേർന്ന് ചെയ്യേണ്ടുന്നതാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഉദ്ബോധനങ്ങൾ ഗൃഹം തോറും നടക്കേണ്ടതാണ്. അല്ലാതെ ഒരു പരിഷ്കരണത്തെയും ഒരു മാറ്റത്തെയും അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. നോക്കൂ, എത്ര വന്യങ്ങളായ ആചരണങ്ങൾ നിലനിന്നെടുത്ത് ആചരണങ്ങൾ മാറ്റി സമൂഹം സ്വീകരിച്ചില്ലേ? എന്നാൽ മാറ്റരുതാത്തടത്ത് മാറ്റാൻ പാടില്ല. പല സ്ഥലത്തും കാവുകളെ മാറ്റി ക്ഷേത്രങ്ങളാക്കി മാറ്റുന്നത് കാണുന്നുണ്ട്. അത് ശരിയല്ല. കാവുകളായി നിലനിൽക്കണം, ക്ഷേത്രങ്ങളായി നിലനിൽക്കണം, അതിന്റെ തനിമ നിലനിർത്തണം. പക്ഷേ ആചരണ വിഷയത്തിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇതിനെ നമ്മൾ നേരിട്ട് സത്യമാണോ എന്നൊന്നും അറിഞ്ഞൂടാ, ഫാബ്രിക്കേറ്റഡ് ആണോ എന്ന് അറിഞ്ഞൂടാ, ഒരു തിറയുടെ തെയ്യത്തിന്റെ വേഷത്തിൽ ബാങ്ക് കൊടുക്കുന്ന ഒരു വീഡിയോ കാണാനിടയായി. കണ്ണൂർ നടന്നതാണത്രേ. അപ്പൊ നമ്മുടെ അനുഷ്ഠാനങ്ങളും മറ്റും ഇങ്ങനെ വ്യഭിചരിക്കപ്പെടുമ്പോ, ധർമ്മവിരുദ്ധമായി വിനിയോഗിക്കപ്പെടുമ്പോ അതിനെ എതിർക്കുകയും ഉൾക്കൊള്ളേണ്ടുന്ന മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ സമാജത്തെ സജ്ജമാക്കുകയും ചെയ്യുക എല്ലാ ധർമാചാര്യന്മാരുടെയും കർത്തവ്യമാണ്. ധർമാചാര്യ ശബ്ദം കൊണ്ട് സന്യാസി എന്ന് ഉദ്ദേശിച്ചിട്ടില്ല. സന്യാസിയും ഗൃഹസ്ഥന്മാരും എല്ലാം അതിൽ ഉള്ളതാണ്. ധർമ്മ വിഷയത്തിൽ ആചാര്യത്വം വഹിക്കുന്നവർ. അതാണ് നമ്മുടെ അഭിപ്രായം. സ്മാർത്ഥമായിരിക്കുന്ന ആചാരങ്ങളുടെ പരിഷ്കരണത്തിൽ തന്നെ ക്ഷേത്ര സംബന്ധിയാകുമ്പോൾ ഉണ്ടാകേണ്ടുന്ന ജാഗ്രതയെ നേരത്തെ വ്യക്തമായി രണ്ടായി വിഭജിച്ച് പറഞ്ഞു. ക്ഷേത്രത്തിലെ ദേവനെ സംബന്ധിക്കുന്ന ആചരണ വിശേഷങ്ങൾ, രണ്ട് ദർശനത്തിന് പോകുന്ന സമാജത്തെ സംബന്ധിക്കുന്ന മറ്റ് വസ്ത്രാദി അംഗങ്ങൾ. ഇവ രണ്ടും രണ്ടാണ്. ഇപ്പൊ ഒരു ദേവന്റെ അടിസ്ഥാന വ്യക്തിത്വം, ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ആരാധനാലയമാണെങ്കിലും ആരാധനാലയം എന്നുള്ളതിന് രണ്ടാം സ്ഥാനമേ ഉള്ളൂ. ഒന്നാം സ്ഥാനം ദേവാലയം എന്നുള്ളതിനാണ്. അപ്പൊ ദേവന്റെ ആലയം എന്ന രീതിയിൽ എന്താണോ ആ ദേവന്റെ വ്യക്തിത്വം, അതിനെ നിലനിർത്തിക്കൊണ്ട് മാത്രമേ അവിടെ എന്ത് പരിഷ്കരണവും ചെയ്യാൻ പാടുള്ളൂ. ആ നിലയ്ക്കാണ് ശബരിമലയിലും മറ്റും നിലനിന്നു പോരുന്ന ആചരണങ്ങളെ നമ്മൾ നോക്കിക്കാണുന്നത്. അത് നമുക്ക് കയറി മാറ്റാവുന്നതല്ല, മാറ്റാൻ പാടില്ല. ദേവന്റെ വ്യക്തിത്വത്തിനനുസൃതമാണ്. എന്നാൽ മാറ്റാവുന്ന ആചരണങ്ങളിൽ പെട്ടതാണ് മറ്റുള്ളത്. വസ്ത്രവിധാനമാകട്ടെ, മറ്റ് ക്ഷേത്രത്തിന്റെ ആന്തരികമായ ആരാധനാക്രമവുമായി ബന്ധപ്പെട്ടതല്ലാത്ത. അപ്പൊ അത്തരം മാറ്റങ്ങൾ വരികയും അടിസ്ഥാനമായി നിലനിൽക്കേണ്ടത് നിലനിൽക്കുകയും ചെയ്യണം. ഇതിനെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കാനുള്ള ഒരു നടപടി അല്ല ഇവിടെ ഉള്ളത്. മറിച്ച് ആചരണങ്ങളെ അനുഷ്ഠിക്കാൻ തയ്യാറില്ലാത്ത, കാലത്തിനനുസരിച്ച് മാറ്റം വരുന്ന ഒരു സമൂഹത്തിന്റെ മുമ്പിൽ ഏതുതരം ആചാരങ്ങളെ നമുക്ക് മാറ്റാം, ഏതുതരം മാറ്റിക്കൂടാ. എപ്രകാരമാണോ സ്ത്രീകൾക്ക് മേൽവസ്ത്രം തുടങ്ങിയവ അംഗീകരിക്കപ്പെട്ടത് സമൂഹത്തിൽ, അപ്രകാരം ഉള്ള മാറ്റങ്ങളെ വരുത്തിക്കൊണ്ട് എങ്ങനെ യുവസമൂഹത്തെ ആകർഷിക്കാൻ സാധിക്കും? അവരെ ആചരണ പദ്ധതികളിലേക്ക് ആകർഷിച്ചേ മതിയാവും. അല്ലെങ്കിൽ അവർ അനുഷ്ഠാനരഹിതരായി പോകും. അല്ലാതെ ഇത് മറ്റെന്തെങ്കിലും ഗൂഢപദ്ധതി വെച്ചിട്ടോ മറ്റ് എന്താ പറയേണ്ടത് ടൂറിസ്റ്റ് കേന്ദ്രമാക്കുന്നതിനോ ഒന്നും ലക്ഷ്യമാക്കിക്കൊണ്ടുള്ളതല്ല. ഇനി സന്യാസിമാർ ഇങ്ങനെ ചെയ്യാൻ പോവുകയല്ല. സന്യാസിമാർ ആരാ ക്ഷേത്രം നടത്തുന്നേ? സന്യാസിമാരുടെ കൂട്ടായ തീരുമാനം സമൂഹത്തിന് മുമ്പാകെ വയ്ക്കുന്നു. അത് അതത് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ് അതിൽ ആലോചന ചെയ്ത് തന്ത്രിമാര്, ക്ഷേത്ര ഊരാളന്മാര്, അല്ലെങ്കിൽ ഊരാളന്റെ ഷൂസിലേക്ക് കാലിട്ടവര്. ഊരാളന്റെ ഷൂസിലേക്ക് കാലിട്ടവരെന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ വാക്കാണ്. ദി ഗവൺമെന്റ് ഹാസ് സ്റ്റെപ്ഡ് ഇൻടു ദി ഷൂസ് ഓഫ് ഊരാളൻസ് എന്നുള്ളത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പ്രയോഗിച്ച ഒരു പ്രയോഗമാണ്. അതുകൊണ്ടാണ് ബോധപൂർവം അത് പ്രയോഗിച്ചത്. അപ്പൊ അവരൊക്കെ കൂടി ഒത്തുചേർന്നിരുന്ന് ഒരു സമവായത്തിലെത്തിയിട്ടാണ് തീരുമാനത്തിലെത്തേണ്ടത്. പക്ഷെ ആരെങ്കിലും ചില അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, ആചരണങ്ങളെ സംബന്ധിച്ച് നൽകണമല്ലോ. അതാണ് സന്യാസി സമൂഹം നൽകുന്നത്. അത് മറ്റുള്ളവർക്ക് നൽകാം. ആര് നൽകുന്നതിന് നമുക്ക് വിരോധമില്ല.
ഇപ്പൊ ചിലര് സന്യാസിമാര് ജീൻസ് ഇട്ട് പോകണം, കോട്ട് ഇടണം എന്നൊക്കെ നിർദ്ദേശിച്ചു. തീർച്ചയായിട്ടും നമുക്ക് സ്വീകാര്യമാണത്. ചെയ്യണോ വേണ്ടിയോ സന്യാസിമാര് കൂടി തീരുമാനിക്കും. ജീൻസ് ഇട്ടത് കൊണ്ടോ ഷർട്ട് ഇട്ടത് കൊണ്ടോ സന്യാസി ആവാതിരിക്കില്ല. നമ്മൾ സ്വാമി വിവേകാനന്ദ സ്വാമിയെ പറയുന്നുണ്ട്. വിവേകാനന്ദ സ്വാമി ബൂട്ടും ഷൂസും കോട്ടും പാൻസും ഇട്ട ആളാണ്. അതുകൊണ്ട് അദ്ദേഹം സന്യാസി അല്ല എന്ന് നമ്മൾ പറയില്ല. അപ്പൊ അത് ഓരോരുത്തർക്ക് തീരുമാനിക്കാം. അഭിപ്രായങ്ങൾ പറയാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തെ പരസ്പരം സ്നേഹത്തോടു കൂടി, ഒരിക്കലും വിരോധത്തോടുകൂടിയല്ല, സ്നേഹത്തോടു കൂടി അഭിപ്രായങ്ങളെ സ്വീകരിക്കുകയും ചെയ്യണോ വേണ്ടയോ, ഏത് രീതിയിൽ നടപ്പിലാക്കണം, സാമൂഹികമായ ഏതൊരു പരിവർത്തനവും വരേണ്ടത് അടിച്ചേൽപ്പിക്കലുകളിലൂടെ അല്ല. സന്യാസി അടിച്ചേൽപ്പിക്കുന്നു, അല്ലെങ്കിൽ തന്ത്രി അടിച്ചേൽപ്പിക്കുന്നു, അല്ലെങ്കിൽ ഗവൺമെന്റ് അടിച്ചേൽപ്പിക്കുന്നു, ദേവസ്വം അടിച്ചേൽപ്പിക്കുന്നു, ഒരിക്കലും അടിച്ചേൽപ്പിക്കുന്നു, ഒരിക്കലുമല്ല. മറിച്ച് അഭിപ്രായങ്ങൾ വരുന്നു, അത് ചർച്ചകൾക്ക് മന്ഥനത്തിന് വിധേയമാകുന്നു, അതിന്റെ നിഗമനത്തിലേക്ക് എത്തുന്നു, ആ നിഗമനം നടപ്പിലാക്കപ്പെടുന്നു. അതാണ് വേണ്ടത്. അതാണ് അതിന്റെ ഒരു സമ്പ്രദായ രീതി. ആ സമ്പ്രദായത്തെ പുഷ്ടിപ്പെടുത്തുന്നതിനുള്ള ചാലകശക്തിയായിട്ട് ചില നിർദ്ദേശങ്ങളാണ് സന്യാസി സമൂഹം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതിനി എത്ര ചർച്ചകൾക്ക് വിധേയമാണ്. അതാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്. ശരി ശരി.